ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 1140 കോടി രൂപയുടെ വിവിധ ശിലാസ്ഥാപനവും നിർവഹിക്കും. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ സംരംഭം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നത് നമ്മളുടെ 18 ഫ്ലഡോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം അടിഞ്ഞുകൂടി കടമക്കുടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂർവ്വകാലങ്ങളിൽ എനിക്കൊക്കെ ഓർമ്മ വെക്കുന്ന കാലങ്ങളിലെന്ന് പറഞ്ഞാൽ ഇവിടെ സമ്പൽസമൃദ്ധമായ ഒരു മേഖലയായിരുന്നു. കടമക്കുടി പഞ്ചായത്ത് മൊത്തത്തിൽ തന്നെ ഒരു 14 ദ്വീപ് കൂടിയതാണ്. അതിൽ പ്രകൃതിയോട് ചേർന്ന് നെൽകൃഷി, വേനൽ വരുമ്പോൾ ചെമ്മീൻ കെട്ടുകളുമാണ് നടത്തി പോന്നിരുന്നത്. ഈ കാലഘട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വരുമാന മാർഗങ്ങളായിരുന്നു. ഇവിടെയുള്ളവർക്ക് തന്നെ തൊഴിലെടുത്ത് ഇവിടുത്തെ എല്ലാ വർക്കുകളും ചെയ്ത് തീരാൻ പറ്റാത്ത കാലഘട്ടങ്ങളായിരുന്നു. അത് മെയിനായിട്ട് കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ കൊയ്ത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിളവുണ്ടായിരുന്ന സമയത്തൊക്കെ പുറത്തുനിന്ന് ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് ആണ് കൊയ്ത്തൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ വൈക്കം മുതലുള്ള സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് താമസിച്ചാണ് ഓരോ വൻജന്മികൾ കൂടുതൽ കൃഷിയുടെ ഉള്ളവർ അവിടുന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ താമസിക്കും. നാട്ടുകാരൊക്കെ ഇത് ചെയ്യുമെങ്കിലും അത് മതിയാകാതെ അന്ന് നല്ല വിളവുകളായിരുന്നു. ഓരോ സന്ദർശകർക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ തരുന്ന ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് കടമക്കുടി. കടമക്കുടി പഞ്ചായത്ത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ദ്വീപുകളെല്ലാം കൂടിയിട്ടുള്ള ആ പഞ്ചായത്തിനാണ്, ഗ്രാമപഞ്ചായത്തിനാണ് കടമക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഓരോ ദ്വീപുകൾക്കും അതിൻ്റെതായ പ്രത്യേക പേരുകളുണ്ട്. പിന്നെ ഈ കടമക്കുടി എന്ന് വെച്ചാലേ ഇത്ര മനോഹരമായിട്ട് സ്ഥലം വേറെ ഇല്ല. ശരിക്കും ഇവിടെ നിറയെ പുഴകളും കെട്ടുകളും തെങ്ങും കവുങ്ങും. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും സിനിമാക്കാരെല്ലാം ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യണത്. 6 മാസം ഇവിടെ ഉപ്പുവെള്ളവും 6 മാസം നല്ല വെള്ളവുമാണ്. ഇത് പെരിയാറിൻ്റെ കൈവഴികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഈ ദ്വീപുകളെ. മൺസൂൺ ടൈമിൽ, അതായത് ജൂൺ തൊട്ട് ഒരു നവംബർ വരെയും ഒക്ടോബർ എൻഡ് വരെയും നല്ല വെള്ളമായിരിക്കും. അത് കഴിഞ്ഞ് നവംബർ മുതൽ മെയ് എൻഡ് വരെയും ഉപ്പുവെള്ളമായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല വെള്ളമുള്ള സമയത്താണ് ഇവിടെ പൊക്കാളി നെൽകൃഷി ചെയ്യണത്. പിന്നെ അത് കഴിയുമ്പോൾ നവംബർ ആകുമ്പോൾ വീണ്ടും ഉപ്പുവെള്ളമായി. ആ സമയത്ത് നമ്മൾ ചെമ്മീൻ കൃഷി ആക്റ്റീവായിരിക്കും. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ജനങ്ങളുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ എല്ലാം സെൽഫ് സപ്പോർട്ടിംഗ് ആയിരുന്നു. അവർക്ക് ഇപ്പം നമ്മൾ കോവിഡ് വന്നപ്പോൾ പട്ടണങ്ങളിലെ ജനജീവിതം നിശ്ചലമായി. പക്ഷേ നമ്മളെ ദ്വീപുകാരെ, നമ്മൾ കടമക്കുടിയെ സംബന്ധിച്ച് അത് ഞങ്ങൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും നമ്മൾ അറിഞ്ഞില്ല. കാരണം നമുക്കിവിടെ മത്സ്യമുണ്ട്, നമുക്ക് അരിയുണ്ട്, അതെല്ലാം എല്ലാ ഭക്ഷ്യവസ്തുക്കളും നമുക്കിവിടെ സ്വയം പര്യാപ്തമായിട്ട് ഉള്ളതുണ്ട്. പണ്ടെന്ന് വെച്ചാൽ ഈ പാടം വെള്ളം പിടിച്ച് അത് ഉണക്കി ഉഴുത് അതിൽ നിന്നറിയുന്ന നെല്ലൊക്കെ വിതറി നല്ല ഭംഗിയാണ്. നമുക്ക് ഈ കടമക്കുടിലോട്ടൊക്കെ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവിടെ കൃഷി ചെയ്യണം. നമുക്ക് തീരമേഖലയിലാണ് ഈ പൊക്കാളി പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ ഈ ജില്ലകളുടെ തീരമേഖലയിൽ ആണ് ഇത് പൊക്കാളി കൂടുതലായിട്ടും കണ്ടുവരുന്നത്. നമ്മുടെ കടമക്കുടിയെ സംബന്ധിച്ച് പണ്ട് കാലങ്ങളിൽ 600 ഹെക്ടറോളം പൊക്കാളിപ്പാടങ്ങളുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ വിസ്തൃതി കുറഞ്ഞ് കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ 60 ഹെക്ടറായിട്ട് ചുരുങ്ങിയതായിട്ടാണ് നമുക്ക് കാണുന്നത്. പലരും ഈ പൊക്കാളി അതിന് കൃഷി ചെയ്യുന്നത് നഷ്ടത്തിലേക്ക് പോകുന്നത് കൊണ്ട് കൃഷി ഇപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ്. വെള്ളമെല്ലാം വറ്റി ചെളിയൊക്കെ നിറഞ്ഞിരിക്കുന്ന ടൈമിലാണെങ്കിൽ ഒരുപാട് ബേർഡ്സ്, കൊക്കുകൾ, പല ടൈപ്പ് ഗ്രേ ഹെറോൺ, അങ്ങനെ പലതരം ബേർഡ്സിനെയാണ് കാണാൻ സാധിക്കുന്നത്. കെട്ട് സീസൺ അവസാനമാകുമ്പോഴത്തേക്കും ഇഷ്ടംമാരെ കിളികളും കൊക്കുകളും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നത്. ഈ ദേശാടന പക്ഷി ഇവിടെ വന്ന് കൂടുകൂട്ടലും
പിന്നെ ഇവിടെ കൂട്ടായിട്ട് കുറെ കണ്ടൽക്കാട് പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നത് നമ്മളുടെ 18-ലെ ഫ്ലഡോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം അടിഞ്ഞുകൂടി. പക്ഷെ ഫ്ലഡ് കഴിഞ്ഞപ്പോൾ എല്ലാം മൂടിപ്പോയി. കായലുകൾ വലിയ 10-12 അടി ആഴമുണ്ടായ സ്ഥലത്തൊക്കെ ഇന്നിപ്പോൾ 3 അടി 4 അടി കൂടുതൽ വെള്ളമില്ല. ആ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കയറി വരുന്ന മത്സ്യങ്ങൾ ഇവിടെ ഇന്ന് മുട്ടയിട്ട് അത് വിരിഞ്ഞ് ആണ് ഇവിടെ ചെമ്മീനും മീനും ഒക്കെ ഒത്തിരി ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് ഫ്ലഡ് കഴിഞ്ഞ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മത്സ്യബന്ധത്തിൽ കയറി വന്നാൽ തന്നെ അതിരിക്കാനുള്ള ബേസില്ല. അത് പല ഇനങ്ങളും ഇല്ലാതെ ക്വാണ്ടിറ്റി ഒത്തിരി കുറഞ്ഞ് തൊഴിലാളികൾക്ക് ഇന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും ചിലവിന് പോലും പൈസ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. നമുക്ക് ചീനവളി നമ്മളതൊക്കെ ഉണ്ടായ ഉപജീവനമാണെന്ന് പറഞ്ഞ 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞ ശേഷം എല്ലാവർക്കും തിട്ടകളായി, ആഴം കുറഞ്ഞ് മത്സ്യങ്ങൾ ചെമ്മീനൊന്നും കയറാതെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികൾക്കും ജീവിക്കാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ അതിനിപ്പോൾ എപ്പോൾ നോക്കിയാലും കമ്പനിയിൽ നിന്നുള്ള വെള്ളം വരുന്ന കാരണം ഈ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. ഇവിടെ നന്നായിട്ട് ഞാൻ ഞണ്ട് വളർത്തിയിരുന്നതാണ്. പക്ഷേ ഫ്ലഡിന് ശേഷം ഇപ്പോഴും എത്ര വർഷമായി, 8 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഒരു പീസ് ഞണ്ട് പോലും ഇട്ട് കഴിഞ്ഞാൽ അത് നിലനിൽക്കണില്ല. അതിനകത്ത് ഇപ്പോഴും കയറി കിടക്കണ വിഷാംശം മണ്ണിൽ ഉള്ളതുകൊണ്ട് ഞണ്ട് വളരണില്ല. അത് നിർത്തിയിട്ട് ഇപ്പോൾ കരിമീനും തിരുതയൊക്കെ വളർത്തിയാണ് ഇപ്പോൾ ഈ ഫാം നിലനിർത്തുന്നത്. ഇനി നമുക്ക് ഭാവിയിലേക്ക് മെച്ചമുള്ള ഇത് ടൂറിസമാണ്. അതിന് ആൾക്ക് വരണമെന്നുണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങളില്ല. വന്നു കഴിഞ്ഞാൽ ഈ മേഖലകൾ മൊത്തം ഒന്ന് കാണാനായിട്ടുള്ള വളരെ ദുർഘടം പിടിച്ച ബുദ്ധിമുട്ടുകളാണ്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ കായലൊക്കെ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് പല സമയത്തും വേലി ഇറക്കുന്നതിനൊക്കെ പോയ ബോട്ടുകളൊക്കെ കുറച്ച് മണിക്കൂറുകൾ അവിടെ ഇരുന്ന സമയങ്ങളുണ്ട്. പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ ഒരു 10% പോലും ചീനവലകളൊന്നും ഇപ്പോൾ വലിക്കണില്ല. കായലിൽ ജോലിക്ക് വരുന്ന മത്സ്യത്തൊഴിലാളികൾക്കൊന്നും പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ചുമ്മാ തരിശായി കിടക്കുകയാണ് കായലുകളെല്ലാം. സത്യം പറഞ്ഞാൽ നമുക്ക് പൊക്കാളി നെൽകൃഷി ചെയ്തെങ്കിൽ മാത്രമേ ചെമ്മീൻ കൃഷിക്ക് കൂടുതലായിട്ടുള്ള ഉൽപ്പാദനം കിട്ടുകയുള്ളൂ. കാരണം പൊക്കാളി നെല്ലിൻ്റെ വേസ്റ്റ് ബാക്കി വരുന്ന കച്ചിലും ഇതൊക്കെ നവംബർ ആകുമ്പോൾ ഉപ്പോളം വരുമ്പോൾ അത് അഴുകി അതാണ് ചെമ്മീൻ കൃഷിയുടെ തീറ്റയായിട്ട് വരുന്നത്. നെൽകൃഷി ചെയ്യാത്ത കണ്ടങ്ങളിലെ ചെമ്മീൻ്റെ ക്വാളിറ്റിയും നെൽകൃഷി ചെയ്യുന്ന കണ്ടങ്ങളിലെ അതിൻ്റെ ക്വാളിറ്റിയും വ്യത്യാസം ഉണ്ടാകും. ഇതിനൊരു മാറ്റം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ എക്കൽ വീണ് മൂടിക്കിടക്കുന്ന മേഖലകളൊക്കെ ഡ്രെഡ്ജ് ചെയ്ത് നീക്കം ചെയ്താലേ ഇതിന് ഒരു പരിധിവരെയും പരിഹാരം ഉണ്ടാവുള്ളൂ. അതുകൂടാതെ പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയതെന്ന് പറഞ്ഞാൽ കടമക്കുടി ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനൊത്തിരി സാധ്യതകളുണ്ട്. മറ്റത് കൂടുതൽ ഗുണപ്രദമായ രീതിയിലേക്ക് വരികയും ചെയ്യും. ഇത് വികസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഡ്രെഡ്ജിങ്ങും കാര്യങ്ങളും കായലിൽ നല്ല രീതിയിലാക്കണത് വലിയൊരു ഭാഗമായിട്ട് വരും. കാരണം ഇപ്പോൾ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ വരുന്നവർക്ക് കൂടുതൽ താല്പര്യങ്ങളും കാണാനും ഭംഗിയുള്ളത് ദ്വീപുകളുടെ കാഴ്ചകളാണ്. നല്ല കണ്ടൽക്കാടുകളും അങ്ങനെ നല്ല ചൈനീസ് നെറ്റ് ചീനവലകളൊക്കെ നിറഞ്ഞ മേഖലകളെന്ന് പറഞ്ഞാൽ ഒത്തിരി ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഇത് ചെയ്യുന്ന ആളാണ്. ഒരു ഹോം സ്റ്റേ പോലെയൊക്കെ ചെയ്യുന്ന ആളാണ്. അതേപോലെ ഈ മേഖലയിലും വലിയൊരു പഠനം നടത്തിയിട്ട് എങ്ങനെ ഇത് പുനർജീവിപ്പിക്കാം എന്നുള്ള ആ രീതിയിൽ ഒരു പഠനം നടത്തിയിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ കുറേ പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഈ പൊക്കാളി നമുക്ക് പുനർജീവിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള ആളുകൾക്ക് ടൂറിസം വികസിച്ച് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നല്ല ഫ്രഷ് സാധനം ഇത് കിട്ടുന്ന മേഖലയാണ്. പണ്ടെല്ലാം നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ കടമക്കുടി ഒരു ചെറിയ ഗ്രാമം മാത്രമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ കടമക്കുടി ഒത്തിരി മാറിപ്പോയി. വെള്ളം നിറഞ്ഞ് നല്ല ഓളങ്ങളുള്ള മറ്റൊരു കടമക്കുടിയാണ് കാണാൻ പറ്റാറുള്ളത്. ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്ലോക്കാണ്. അതിനു മാത്രം ടൂറിസ്റ്റുകളാണ് എടപ്പള്ളിയിൽ നിന്ന് മറ്റു ജില്ലകളിൽ നിന്ന് പോലും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരുപാട് മാറിപ്പോയി കടമക്കുടി. മീൻ പൊള്ളിച്ചത്, കള്ളുഷാപ്പിലെ കറികൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. ഭക്ഷണപ്രിയരായ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ഇവിടെ വരുന്നുണ്ട്. നാട്ടുകാരായ ഒരുപാട് വീട്ടമ്മമാർക്കും എല്ലാവർക്കും അതൊരു വലിയ ഉപജീവന മാർഗമാണ്. ധാരാളം തട്ടുകടകൾ ഇന്ന് നമുക്ക് കടമക്കുടിയിൽ കാണാൻ സാധിക്കും. എല്ലാം നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഉപജീവന മാർഗമാണ് ഇപ്പോൾ കടമക്കുടി.